സ്പൈസി ക്രാഫ്റ്റുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. അപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ന് ഫ്ലവർ ബഞ്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതപ്പോൾ ഞാനിവിടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ നിന്നൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 സൈഡിലും ഓരോ കട്ട് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടാം. സെൻറ്റർ വരെ പോരുത്, ചെറിയൊരു കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പിടിച്ച് ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഇതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കാനാണ്. നമുക്ക് ലൈറ്റർ ഒന്ന് കത്തിച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. കണ്ടോ, ഇതിപ്പം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഇതും ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതൊരു പേനയിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ലൈറ്റർ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ വലുതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു കഷ്ണം പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമ്പി കഷ്ണത്തിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ എഡ്ജിൽ മാത്രം ചെറുതായിട്ടൊരു മുട്ടുപോലെ നമുക്കിത് ചുറ്റിയെടുക്കണം. ഒരു കുഞ്ഞു പീസ് എടുത്താൽ മതി. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുഞ്ഞു ഫ്ലവർ ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ വലിയ ഫ്ലവറും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കമ്പിയിലേക്കൊരു പച്ച അതിൻ്റെ സ്റ്റെമ്മ് ചെയ്തെടുക്കാനായിട്ട് പച്ച കളറിൽ ഇതുപോലെ ഞാൻ പോളിത്തീൻ കവറിൻ്റെ പീസ് തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്നത് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കുറേ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലീഫ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ഒരു ഫോം ബോക്സ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത്രയും നീളത്തിലൊരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം, എത്രത്തോളം വേണമെന്ന് വിചാരിച്ചാൽ അത്രത്തോളം നീളത്തിലെടുക്കുക. അപ്പോൾ ഏറ്റവും കുഞ്ഞു ഫ്ലവർ എടുത്തിട്ട് ഞാനിതിൻ്റെ ഏറ്റവും മേളിൽ ഒരു കുഞ്ഞു ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് പീസ് എടുത്തിട്ട് അതിന് ചുറ്റി കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് ബാഗിൻ്റെ പീസ് തന്നെയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെച്ചിട്ട് ചെറുത് ആദ്യം വെച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് വലുപ്പം കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. കണ്ടോ, ഇനിയിപ്പോൾ കുറച്ച് വലുത് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അതങ്ങനെ ഫ്ലവേഴ്സ് മൊത്തം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ലീഫ് കുറച്ചൊന്ന് ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ലീഫൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതപ്പോൾ നമ്മുടെ ലീഫൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കുറച്ച് വിടർത്തി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവർ വെഞ്ചസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്ലവർ വേസിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവർ റെഡി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.